പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവരെയും ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാന്ധിജി കൈസെ ബനെ എന്ന സ്വയം പ്രകാശിൻ്റെ ലേഖനം ആണ് പഠിച്ചത്. അതിൻ്റെ തുടക്കത്തിലുള്ള ഭാഗം ഗാന്ധിജിയുടെ കുട്ടിക്കാലമായിരുന്നു നമ്മൾ പഠിച്ചത്. തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കാം. ഇംഗ്ലണ്ട് പഠനെ ഗയേത്തോ എന്നുള്ള ഭാഗമാണ് ഇന്നെടുക്കുന്നത്. इंग्लैंड पढ़ने गए तो उनके लिए खूब सारे कपड़े सिलवाए गए. दक्षिण अफ्रीका में कुर्ते धोती पहनने लगे और भारत गए तो एक बार मदुरै गए भाषण देने. वहाँ एक औरत को देखा जो तालाब में अपने धोती धो रही थी, लेकिन कैसे आधी पहनती थी और बाकी आधी धोती थी. फिर धुली हुई को पहन लेती थी और शेष को धोती थी. उसकी हालत देखकर गांधी जी भीतर तक हिल गए और बस उसी समय उन्होंने फैसला कर लिया कि अब सिर्फ एक धोती ही पहनूंगा. श्रद्धिका. इंग्लैंड पढ़ने गए तो उनके लिए खूब सारे कपड़े सिलवाए गए. സിൽവാന എന്ന് പറഞ്ഞാൽ തയ്പ്പിക്കുക, സ്റ്റിച്ചിങ് എന്നാണ് കേട്ടോ. ഇംഗ്ലണ്ട് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ധാരാളം വസ്ത്രങ്ങൾ തയ്പ്പിച്ചു. ദക്ഷിണാഫ്രിക്ക കുർത്ത ധോത്തി പഹന്നെ ലഗെ. ദക്ഷിണാഫ്രിക്കയിലേക്ക് പഠിക്കാൻ പോയപ്പോൾ കുർത്തയും മുണ്ടുമായിരുന്നു ധരിക്കാൻ തുടങ്ങിയത്. ഭാരത് ആയേത്തോ. ഭാരതത്തിൽ വന്നപ്പോൾ ഏക് ബാർ മധുരൈ ഗയേ. ഒരു പ്രാവശ്യം മധുരയിലേക്ക് പോയി. ഭാഷൺ ദേനെ. ഭാഷണം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ വേണ്ടി. ഗാന്ധിജിയെ പറ്റിയുള്ള പ്രസംഗം ചോദിക്കാറുണ്ട് ഈ പാഠഭാഗത്തുനിന്ന്. ഭാഷൺ എന്നാണ് ചോദിക്കാറ്. അപ്പോൾ ഗാന്ധിജിയുടെ കുട്ടിക്കാലവും പിന്നെ ഗാന്ധിജി നമ്മൾ ഈ പാഠഭാഗത്തു നിന്ന് എന്താണ് ഗാന്ധിജിയെ പറ്റി കിട്ടുന്നത് അത് വെച്ചിട്ട് ഒരു ഭാഷണം തയ്യാറാക്കാനൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി ഗാന്ധിജി മധുരയിലേക്ക് പോയി. വഹാം ഏക ഔരത് കോ ദേക്ക. അവിടെ ഒരു സ്ത്രീയെ കണ്ടു. എങ്ങനെയായിരുന്നു ആ സ്ത്രീ? താലാബ് അപ്നി ധോത്തി ധോ രഹി ഥി. കുളത്തിൽ നിന്നും തൻ്റെ മുണ്ട് അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലേക്കിൻ കൈസെ. പക്ഷെ എങ്ങനെയായിരുന്നു? ആദി പഹൻതി ഥി. ആ മുണ്ടിൻ്റെ പകുതി ഭാഗം ധരിച്ചിട്ട് അവർ ബാക്കി ആദി ധോത്തി ഥി. ബാക്കി വരുന്ന പകുതി ഭാഗമാണ് അലക്കുന്നത്. ഫിർ ദുലി ഹുയി കോ പഹൻ ലേത്തി. പിന്നെ അലക്കിയ ഭാഗം ധരിച്ചിട്ട് ശേഷ്കോ ധോത്തി ഥി. ശേഷിക്കുന്ന ഭാഗം അലക്കുന്നു. എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിൻ്റെ കാരണം? ഭാരതത്തിലധികം ആളുകളും എന്താണ്? ഗരീബിയാണ്, ദാരിദ്ര്യമാണ് കാണിക്കുന്നത്. ഉസ്കി ഹാലത്ത് ദേക്കർ ഗാന്ധിജി ഭീത്തർ തക്ക് ഹിൽ ഗയേ. അവരുടെ അവസ്ഥ കണ്ട് ഗാന്ധിജിയുടെ ഉള്ളൊന്ന് ഇളകി. അങ്ങനെ അവർ ബസ് ഉസി സമയം ഉനോനെ ഫൈസല കല്ലിയ. ആ സമയം ഗാന്ധിജി എന്ത് തീരുമാനിച്ചു? ഏക് ധോത്തി ഹി പഹനൂക. ഇനി अब सिर्फ एक धोती ही पहनूക. ഇനി ഒരു മുണ്ട് മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് ഗാന്ധിജി തീരുമാനിക്കുകയാണ്. बाद में गोलमेज सम्मेलन के लिए लंदन गए. वहाँ तो खूब सर्दी पड़ती है. तो वहाँ के बच्चे पूछते थे, बाबा तुम्हारा बंदलूं कहाँ गई? गांधी जी उन्होंने कोई जवाब नहीं देते थे, बस हंसकर रह जाते थे. लेकिन जब रानी से मिलने गए तो रानी के दरबार में ऐसे जाना तो अदब कायदे के खिलाफ था. तो किसी ने पूछा कि इतने कम कपड़ों में दरबार में कैसे जाओगे? तो बोले फिक्र मत करो, तुम्हारे राजा ने हम दोनों के बराबर कपड़े अकेला ही पहन രക്കെ ഹോങ്കി. എന്താ പറഞ്ഞത്? ബാദ്മേ ഗോളമേശ സമ്മേളനം കേലിയെ. ശേഷം ഗോളമേശ സമ്മേളനം എന്ന് പറഞ്ഞാൽ വട്ടമേശ സമ്മേളനത്തിന് വേണ്ടി ലണ്ടനിലേക്ക് പോയി. വഹാന്തോ ഗൂബ് സർത്തി പടുത്തിയത്. അവിടെ നല്ല തണുപ്പായിരുന്നു, നല്ല ശക്തമായ തണുപ്പായിരുന്നു. തോ വഹാം കെ ബച്ചെ പൂസ്തേത്. അവിടെയുള്ള കുട്ടികൾ ചോദിച്ചു, ബാബാ തുമാരി ബന്ദലും കഹാം ഗൈ. ബാബ നിങ്ങളുടെ ബന്ദലൂൻ എന്ന് പറഞ്ഞാൽ പാൻ്റാണ്. പാൻ്റ് എവിടെ ചോദിച്ചു. ഗാന്ധിജി ഉन्होंने कोई जवाब नहीं देते थे. ഗാന്ധിജി അവർക്ക് മറുപടി ഒന്നും കൊടുത്തില്ല. ബസ്
अस्कर रह जाते हैं, ചിരിച്ചുകൊണ്ട് നിന്നു. लेकिन जब रानी से मिलने गए तो रानी के दरबार में ऐसे जाना तो अदब कायदे के खिलाफ था. പക്ഷേ എപ്പോഴാണോ റാണിയെ കാണാൻ വേണ്ടി ദർബാറിലേക്ക്, കൊട്ടാരത്തിലേക്ക് പോകുന്നത്, ഐസെ ജാനാത്തോ അങ്ങനെ പോകുന്നത് അദബ് കായത്, അതൊരു മര്യാദ, ആചാര മര്യാദക്ക് എതിരാണ്. ഖിലാഫ് എന്ന് പറഞ്ഞാൽ എതിര്, എഗെയിൻസ്റ്റ് ആണ്. तो किसी ने पूछा कि इतने कम कपड़ों में दरबार में कैसे जाओगे? ആരോ ചോദിച്ചു, എങ്ങനെ ഇത്ര കുറഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു. തോ ബോലെ, അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഫിക്ർ മത് കരോ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. തുമാരേ രാജ, നിങ്ങളുടെ രാജാവുണ്ടല്ലോ, ഹം ദോനോം ഖേ ബറാബർ കപ്പടെ അക്കേലെ ഹി പഹൻ രഖേ ഹോങ്കെ, ഞങ്ങൾക്ക് രണ്ടാൾക്കും ധരിക്കാനുള്ള വസ്ത്രം അദ്ദേഹം ഒറ്റക്കന്നെ ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. गांधी लिखते थे एक बढ़िया पेन से, वह पेन एक दिन चोरी चला गया. लिखने बैठे और पाया कि पेन तो है ही नहीं. उसी समय एक बच्चे ने अपनी पेंसिल दे दी कि लो बाबा इससे लिख लो. उन्होंने लिखकर देखा कि अरे वाह, इससे तो अच्छे लिखा जाता है और स्याही वगैरह भरने का झंझट भी नहीं. तो तय कर लिया कि अब पेंसिल से ही लिखेंगे. और पेंसिल से उन्होंने पहली चिट्ठी किसे लिखी जाते हो? भारत के वाइसरॉय को. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ഗാന്ധിജി ലിഖ്തേ थे एक बढ़िया पेन से, ഗാന്ധിജി എഴുതിയിരുന്നത് ഒരു ബഡിയ പേന, ബഡിയ എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള മുന്തിയ ഇനം പേന കൊണ്ടായിരുന്നു. വഹ് പെൻ ഏക് ദിൻ ചോരി ചലാ ഗയ, ആ പേന ഒരു ദിവസം എന്തായി, മോഷണം പോയി. ലിഖ്നെ बैठे और पाया कि पेन तो है ही नहीं. ഇരുന്ന് എഴുതാൻ ഗാന്ധിജിക്ക് വേറെ പേനൊന്നുമില്ലായിരുന്നു. ഉസി സമയത്ത് एक बच्चे ने अपनी पेंसिल दे दी, ആ സമയം ഒരു കുട്ടി തൻ്റെ പെൻസിൽ നൽകിക്കൊണ്ട് പറഞ്ഞു, ലോ ബാബ ഇസ്സേ ലിഖ് ലോ, ആ ബാബ നിങ്ങൾ ഇതുകൊണ്ട് എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. ഉന്നോനെ ലിഖർ ദേഖാ കി അരേ വാ, ഗാന്ധിജി എഴുതി നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. ഇസ്സേ തോ അച്ഛ ലിഖാ ജാത്താ ഹൈ, ഇതുകൊണ്ട് നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. और സ്യാഹി വഗേരെ ഭർണേക്ക ജഞ്ചർ ബി നഹി, പിന്നെ മഷി നിറക്കേണ്ട ബുദ്ധിമുട്ടുമില്ല. സ്യാഹി എന്ന് പറഞ്ഞാൽ മഷിയാണ്, ജഞ്ചർ എന്ന് പറഞ്ഞാൽ പ്രയാസം. तो तय कर लिया कि अब पेंसिल से ही लिखेंगे. അപ്പോൾ ഗാന്ധിജി തീരുമാനിച്ചു ഇനി പെൻസിൽ കൊണ്ട് എഴുതുന്നുള്ളൂ. तो तय कर लिया कि अब पेंसिल से ही लिखेंगे. और पेंसिल से ही उन्होंने पहली चिट्ठी किसी लिखी जानते हो? പെൻസിൽ കൊണ്ട് ഗാന്ധിജി ആദ്യത്തെ കത്ത് ആർക്കാണ് എഴുതിയെന്നറിയോ? ആർക്കാണ്? ഭാരത് കെ വൈസ്രോയിക്കോ, ഭാരതത്തിൻ്റെ വൈസ്രോയിക്കാണ് ആദ്യത്തെ കത്ത് എഴുതിയത്. ഇനി ഒരു ടെക്സ്റ്റിലെ ഒരു ചോദ്യം ശ്രദ്ധിക്കാം. എന്താണ്? औरत की हालत देखकर गांधी ने एक धोती ही पहनने का फैसला कर लिया. ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജി എന്ത് ചെയ്യി, ഇനി ഒരു മുണ്ടേ ധരിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. ഐസെ ഫൈസല ലേനെ കാ ഉദ്ദേശ് ക്യാ ഹൈ, അങ്ങനെ തീരുമാനമെടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം ശ്രദ്ധിക്കാം. औरत की हालत तात्कालीन भारत की आर्थिक स्थिति को पहचानने में सहायक बनी. ആ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ അപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ സഹായകമായി. भारत की आम जनता गरीबी एवं അഭാവം സെ വിവശ്. ഭാരതത്തിലെ സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടിണിയും ഇല്ലായ്മയും കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു ആ സമയത്ത്. ഇസ്ലിയെ ഗാന്ധിജിനെ ഐസ്ല ഫൈസലാക്കി, അതുകൊണ്ടാണ് ഗാന്ധിജി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. യഹ് ഗാന്ധിജിക്ക് ജീവൻ ക ഏക് അഹം മോഡ് ഥ, സത്യത്തിൽ ഇത് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഇത്രയും ഭാഗമാണ് ഇന്നെടുക്കുന്നത്. ചോദ്യങ്ങളൊക്കെ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, പൊതുവെ കുട്ടികളൊന്നും സംശയങ്ങളൊന്നും ചോദിക്കുന്നില്ല. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എൻ്റെ ഈ ലിങ്ക് അയക്കുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.